ഓൾജിൻ സ്കോക്ക് പ്ലൂട്ടോ മലയാളം സിനിമയാണ്. ഡയറക്ടർ ആദിത്യൻ ചന്ദ്രശേഖർ, റൈറ്റർ നിയാസ് മുഹമ്മദ്. ടി ആണ് പരിപാടി, എക്സ്ട്രാ ടെറസ്ട്രിയൽ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗിന്, അതുപോലെ തന്നെ ഡെന്നി വിൽനോവി, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവർക്ക് അയച്ചു കൊടുക്കണം. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ഓഫ് ടി ആണ്. ഇപ്പോൾ സൈഫൈ, ഏലിയൻ, ഇതാണ് പരിപാടി. ഈ സിനിമയുടെ മ്യൂസിക് ആൻഡ് ഒറിജിൻ സ്കോർ ചെയ്തിരിക്കുന്നത് ആർക്കാഡോ. അതാ ചോദിക്കുന്നത്, ആർക്കാഡോ. എൻജെയുടെ ടീമാണ്. എൻജെ എന്ന് പറഞ്ഞാൽ ആരാണ്? എംജെ നിങ്ങൾക്കറിയാം. എംജെ കഴിഞ്ഞാൽ പിന്നെ എൻജെയാണ്, നീരജ് മാധവ്. അദ്ദേഹം എൻജെ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ടീമാണ്. അദ്ദേഹമായിട്ട് ആൽബം ചെയ്തിട്ടുള്ള ആർക്കാഡോ. അപ്പോൾ ഇതൊരു ആഘോഷ പരിപാടിയാക്കി മാറ്റിയതാണ്. ഫുൾ സോങ്സ്, മുട്ടിന് സോങ്സ്. കാമുകിയെ കണ്ടാൽ സോങ്സ്, കാമുകി പടങ്ങിയാൽ സോങ്സ്, ഏലിയൻ വന്നാൽ സോങ്സ്, ഏലിയന് ലിക്കർ കിട്ടതായ സോങ്സ്, എല്ലാം റാപ്പാണ്, റാപ്പ്. പിന്നെ എഴുതിയിരിക്കുന്നത് സുഹേൽ കോയ, ശബരീഷ് വർമ്മ, പിന്നെ നീരജൻ എഴുതിയിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ കലാപരിപാടിയാണ്. ഈ പരിപാടിയാണ് മെയിൻ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് സിനിമ കാണിക്കുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ VFX ചെയ്തിരിക്കുന്നത് ഫ്ലൈയിങ് ടു പ്ലൂട്ടോ. അതാണ് നല്ലത്, ഫ്ലൈയിങ് ടു പ്ലൂട്ടോ. അവിടെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു CD കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അവർ എർത്തുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. ഏലിയൻസ്, ആ പ്ലാനറ്റിലെ ഏലിയൻസ് യുദ്ധം പ്രഖ്യാപിക്കും. ഇതിൻ്റെ CD ഇട്ട് കാണിച്ചാൽ മതി അവിടെ എത്തിയിട്ട് കേട്ടോ. ഫ്ലൈയിങ് ടു പ്ലൂട്ടോ. VFXനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ സിനിമയിലുള്ളത് എൻജെ, നീരജ് മാധവ്, അതുപോലെ തന്നെ ടാർസൻ, സുവിൻ ടാർസൻ ഇങ്ങനെ ഫുള്ള് പല്ലാണ് മൂപ്പറ. ലാലേട്ടൻ്റെ കൈവിരലും നഖമൊക്കെ അഭിനയിക്കുമല്ലോ, അപ്പോൾ സുവിൻ ടാർസൻ്റെ പല്ലവേ അങ്ങനെ ഫുള്ള് ഇതാണ്. അളിയ. പിന്നെ നിഹാൽ നിസാം. അപ്പോൾ ഈ സിനിമ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു എഞ്ചിനീയറിംഗ് തോറ്റ് സപ്ലിയായി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന വെറും വാഴകളായിട്ടുള്ള 2 ചെറുപ്പക്കാർ. എന്നിട്ട് അവരെന്തൊക്കെയോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തോ കൊമ്പോച്ച എന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് ചളി കൈന്നിടൽ. ടാർസനൊക്കെ എന്തൊക്കെയോ കൈന്നിടുന്നുണ്ട് ഇടയ്ക്ക്. വന്ദേ മാതരം എന്ന് പറയേണ്ടത് തോന്നടക്കി ചുമ്മാ ഡബിങ് പറഞ്ഞവർ. അങ്ങനെ ഇവരിങ്ങനെ ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് കണ്ടിട്ട് ഇതായിട്ട് അക്കസ്റ്റം ഉണ്ടാവാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് വരികയാണ്. എൻജെയുടെ പേരൻസ് ആരൊക്കെയാണ് ചെയ്തതെന്ന് അറിയില്ല, അവരെന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്തോ ആവട്ടെ. അങ്ങനെ ടാർസൻ, ഈ 3 പേര്. പിന്നെ അനിയത്തിയായിട്ട് നിംന ഫത്തൂമി. ആ കുട്ടിയാകെ കുറച്ച് സീൻസിലേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ ഇവരെ കൂടെ തന്നെ ഇങ്ങനെ ഈ സ്കൂൾ സ്റ്റേജ് നടക്കുന്ന അഭിനയിക്കും പോലെ ഇങ്ങനെ മേക്കപ്പ് കിട്ടുക നടക്കുന്നുണ്ടായിരുന്നു ക്ലൈമാക്സിലൊക്കെ. അങ്ങനെ പറഞ്ഞു വന്നത് എല്ലാവരും മത്സരിച്ചിട്ട് വെറുപ്പിക്കുക. പിന്നെ സിനിമയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മോശം സ്ക്രിപ്റ്റ്, വളരെ മോശം ഡയലോഗ്സ്, വളരെ മോശം ഡയറക്ഷൻ, പിന്നെ അതിനൊക്കെ വെച്ച് വെക്കുന്ന തരത്തിലുള്ള ഉറപ്പിക്കുന്ന പെർഫോമൻസസ്. ഇനി ഇതിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള അൽത്താഫിൻ്റെ ഏലിയൻ. അപ്പം അൽത്താഫ് തന്നെയായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നാറ് പുള്ളി ഒരു പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പുള്ളി ഒരേ ലുക്ക്, ഒരേ ഡയലോഗ് ഡെലിവറി, ഒരേ മോഡുലേഷൻ. അപ്പോൾ അങ്ങനെ പുള്ളി ചിലതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ വെറുപ്പിക്കില്ലായിരുന്നു. അത് ഞാൻ പല റിവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അൽത്താഫിനെ കൊണ്ടുപോയിട്ട് മനുഷ്യനായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ പലപ്പോഴും റിപ്പീറ്റീവായിട്ട് വരെയും ഉറപ്പിക്കുകയും ചെയ്യുന്ന അൽത്താഫിനെ പിടിച്ചിട്ട് ഏലിയൻ ആക്കിയിരിക്കുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഇത്രയും വൃത്തികെട്ട കൈയുള്ളൊരു ഏലിയൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആ കൈ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എക്കി ഫീലിംഗ്. അതെന്തിനങ്ങനെ ഇത്രയും വികൃതമായി മേക്കപ്പ് ചെയ്ത് വെച്ച്. പിന്നെ അത് ഗ്ലൗസ് ഇട്ട് ഇവർ മറച്ചുകൊണ്ട് അധികം സഹിക്കേണ്ടി വന്നിട്ടില്ല. ആ കൈകൾ, അൽത്താഫിൻ്റെ കൈകൾ ഏലിയൻ്റെ. അപ്പോൾ ഈ ഏലിയൻ വന്നത് ഏത് പ്ലാനറ്റിൽ നിന്ന് വ്യക്തം പറയുന്നില്ല, വേറെ ഏത് യൂണിവേഴ്സിൽ നിന്ന് വന്ന് പുള്ളിയുടെ UFO മറ്റേ ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എടുത്ത് വന്ന് പുള്ളി കടലിൽ വീണ് അങ്ങനെ കണ്ടുമുട്ടുന്നു ആരെ? ഈ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എൻജെയുടെ കഥാപാത്രത്തെ. ഇതാണ് ഇതിൻ്റെ ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏലിയന് പ്രത്യേകത ഉണ്ട്. അവിടെ ഇവരെ നാട്ടിൽ മറ്റേ സ്വർഗത്തിൽ മദ്യപ്പുഴ ഉണ്ടെന്ന് പറയാൻ പോലെ ഇവരെ നാട്ടിൽ, ഇവരെ യൂണിവേഴ്സിറ്റി, ഇവരെ പ്ലാനറ്റിൽ പിന്നെ ഭക്ഷണം ഇല്ല, പച്ചവെള്ളം കുടിക്കില്ല. ഇവരാകെ കഴിക്കുന്ന മദ്യം മാത്രം. അത് ഓൾഡ് മങ്കാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം ഏലിയൻ മൊത്തം കുടിക്കുന്ന ഓൾഡ് മങ്കാണ്, പഴയ മണി. അപ്പം ഇദ്ദേഹത്തിന് ഏലിയന് മദ്യം കിട്ടണം. മദ്യം കിട്ടിയില്ലെങ്കിൽ ഏലിയൻ്റെ എനർജി പോയി ഏലിയൻ ഡെഡാകും. അപ്പം അങ്ങനെ ഏലിയനും ഇയാളും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസാണ്. നീരജ് മാധവായിട്ടുള്ള മത്സരിച്ച് അങ്ങോട്ട്. അൽത്താഫ് ഏതോ ഭാഷ ആദ്യം പറയുന്നത്, ഏലിയൻ ലാംഗ്വേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മലയാളം പഠിച്ചിട്ട് അൽത്താഫ് മലയാളം പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല, അച്ചടി ഭാഷയിൽ ഇങ്ങനെ
മലയാളം പറയാം. അതിൻ്റെ ഇടയ്ക്ക് കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് നൈറ്റ് വിഷൻ ഉണ്ട്, വേറെ ഒരു കഴിവെല്ലാം പറഞ്ഞ് കോമഡി ഉണ്ടാകാൻ വേണ്ടി പോയി. അതായത് ഭാഷാ കോമഡി. ഹർഷ ബൈജുണ്ട് മൃഗഡോക്ടറായിട്ടാണ്. അതും മത്സരിച്ച് ഉറപ്പിക്കൽ, എന്തൊക്കെയോ ഡയലോഗ് ഡെലിവറി എന്തൊക്കെയോ പറയുന്നത്. പിന്നെ നമ്മുടെ അജു വർഗീസ് ഒരു കാരിക്കേച്ചർ കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ഇതിൽ നിങ്ങൾ കണ്ടാണ് ശിക്കാരി ശംഭുവിനെ പോലെ വരുന്നുണ്ട്. പിന്നെ മീശ കപ്പട മീശ. അദ്ദേഹം ശിക്കാരി ശംഭുവായിട്ട് മാത്രമല്ല ജമ്പനും തുമ്മലില്ല ജമ്പനായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റും. അജുവിനെ കൊണ്ട് ചോളോ ചിപ്സ് തീറ്റിച്ചിട്ട് ഡയലോഗ് പറയിപ്പിച്ച് കോമഡിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അജുവിൻ്റെ ഒരു വഴിക്ക് അജുവിനെ പണ്ട് കാര്യമില്ല. അത് അങ്ങനെ ഒരു സിനിമയാണത്. പുള്ളി എന്നിട്ടും ആ കാരിക്കേച്ചർ പിടിച്ചിട്ടൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനീത് തട്ടിൽ, പുള്ളി ആസ് ഓൾവേസ് വിനീത് തട്ടിൽ കണ്ടാൽ തന്നെ എനിക്ക് 2 അടിക്കാൻ തോന്നും, 2 പെക്ക് അടിക്കുന്നു. കാരണം വെച്ചാൽ പുള്ളിയെ കാണാൻ തന്നെ ഒരു മൂടാണ്, വെള്ളടിക്കുന്ന മൂടാണ്. പിന്നെ നമ്മുടെ ദിനേശ് പ്രഭാകർ, ഡ്രോൺ പറത്തുന്ന ആൾ ഫാഷൻ ഡയറക്ടർ പഴയ. അപ്പോൾ പുള്ളി ഉണ്ട് ഇതിനകത്ത്. പുള്ളി കറക്റ്റ് അഭിലാഷാട്ടയം. എന്നാൽ പിന്നെ അഭിലാഷാട്ടയത്തിനെ പിടിച്ച് അഭിനയിപ്പിച്ചാൽ പോരായിരുന്നു. വെറുതെ ഇദ്ദേഹത്തിൻ്റെ താടിയും മുടിയും മേക്കപ്പൊക്കെ ഇട്ട് പൈസ കളയായിരുന്നു. അഭിലാഷാണെങ്കിൽ ആട്ടയാണെങ്കിൽ ഫ്രീ ആയിട്ട് വന്ന് അഭിനയിച്ചേനെ. വിപിൻ ആർലിയുണ്ട്, പുള്ളിയും കുറച്ച് സമയം വന്നിട്ട് ഉറപ്പിച്ച് പോയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോൾ ഒരു ഒരു വാണൻ നിഞ്ചനെ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ ഇവർ പോർട്രേ ചെയ്തിരിക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഹൈറ്റ് കുറഞ്ഞ കക്ഷി, നമ്മുടെ ഗിന്നസ് പക്രോനെ പോലെ. അപ്പോൾ പുള്ളിയെ ചിത്രീകരിച്ചിരിക്കുന്നത് കോമഡിക്ക് വേണ്ടി, വികലമായ കോമഡി. അതായത് 2026 ഇവർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇത്തരം ആളുകളെ കാസ്റ്റ് ചെയ്ത് കോമഡി ഉണ്ടാക്കാൻ ശ്രമിക്കുക, അയാളെ ഏലിയനായിട്ട് തെറ്റിദ്ധരിക്കുക, അയാളെ ഏലിയൻ എന്ന് വിളിക്കുക. എൻ്റെ പൊന്നോ. എന്നിട്ട് വിനീത് തട്ടിലും മറ്റേ ഇദ്ദേഹം കൂടെ ദിനേശ് പ്രഭാകരൻ കൂടെ പൊന്തക്കാട്ടിൽ ചേമ്പിൻ്റെ കുണ്ടയിലൊക്കെ ഒളിച്ചിരുന്നിട്ട് പിന്നെ ഇയാളെ ഫോട്ടോ എടുക്കുക, ഇയാൾ ബ്ലഡ് ടെസ്റ്റ് നടത്തുക, എന്നിട്ട് ഇയാൾ എലീനെ അല്ലാതെ കണ്ടുപിടിക്കുക, എൻ്റെ അയാളെ ബഹുമാനിക്കുക, അയാൾക്ക് യൂറിക് ആസിഡ് ഉണ്ടെന്ന് പറയുക. അങ്ങനത്തെ കോമഡി. ഇതിൽ ഏലിയൻ അൽത്താഫ് ഭൂമിയിലേക്ക് വന്ന കാരണം കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും. അവിടെ എന്തോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ എന്തോ എക്സാം എഴുതിയിട്ട് പുള്ളി ഇവിടുത്തെ നാട്ടിലെ നീരജനെ പോലെ തന്നെ പൊട്ടി സപ്ലി, അതിൽ മനം നൊന്നിട്ട് നാട് വിട്ടതാ ഭൂമിയിലേക്ക്. അയ്യോ. അപ്പോൾ അവിടെ നിന്ന് സപ്ലി ആയിട്ട് വന്നവൻ ഇവിടെ നിന്ന് സപ്ലിക്കാരനെ കണ്ടുമുട്ടി ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥന ഏലിയൻ പ്ലൂട്ടോ.